ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഫ്രൂട്ട്സ് കസ്റ്റാർഡിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 600 ml പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അത്രയും സേമിയ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഒരുപാട് വേവാൻ കാത്ത് നിൽക്കണ്ട. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് സേമിയ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ടായിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കസ്റ്റാർഡ് നമ്മൾ പാലിൽ മിക്സ് ചെയ്യണത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗത്ത് കട്ടായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ല കുറുകി വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനിടയിൽ നിങ്ങളെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2 ടീസ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കുമ്പോൾ സേമിയ വെന്തും കിട്ടും. അതുപോലെ തന്നെ ഈ കസ്റ്റാർഡ് ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കസ്റ്റാർഡ് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു കുറച്ച് പഞ്ചസാര ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറക്കണമെങ്കിൽ കുറക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിതൊരു 4-5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അത് കുറുകി വരുന്ന സമയത്ത് ഇനി നമുക്കിതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്കിതിലേക്ക് വേണ്ടത് വേറൊരു പാത്രത്തിൽ വെള്ളത്തിൽ സാബൂനരി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വേവുള്ള സാബൂനരിയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം. ഇത് അത്ര വേവെടുക്കാത്തതുകൊണ്ട് ഞാൻ ഒരു പാനിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ, കസ്റ്റാർഡും സേമിയൊക്കെ ഉള്ളത്, ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാബൂനരി വേകണ സമയം അത്ര ഇരുന്നത് കാരണം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെന്തിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ടും കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഉറുമാമ്പഴം, പിന്നെ ആപ്പിള്, പഴം, ഗ്രേപ്സ് ഇട്ടാൽ ഇത്രയും ഉണ്ടായിരുന്നു. ഇത് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഫ്രൂട്ട് ഉള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. അത് ഇന്ന ഫ്രൂട്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ റുമാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണാനൊരു കളറുണ്ടാവും. അതുപോലെ തന്നെ പഴം സ്കിപ്പ് ചെയ്യാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളെ നേന്ത്രപ്പഴം അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പം ഞാനിത് അതിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ എടുക്കുക കേട്ടോ. നല്ല തണുപ്പ് വേണ്ട, എന്നാലും ഒരു മീഡിയം തണുപ്പിൽ കഴിക്കാനായിരിക്കും ടേസ്റ്റ്. നന്നായി തണുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കഴിയൂല. അപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം, അതുപോലെ തന്നെ ബദാം, അണ്ടിപ്പരിപ്പ് കേട്ടോ, ഇത്രയും കാര്യങ്ങളും കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടെ ഇങ്ങനെ അത് കടിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കാനെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയ പാത്രത്തിലെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ നട്സുകളൊക്കെ. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. അത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ പുഡിങ്ങിൻ്റെ കൂടെ അതുപോലെ തന്നെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ചൂട് സമയങ്ങളിലും നമുക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.